ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതാ റമദാനെല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. റമദാൻ സ്റ്റാർട്ടായപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഓർഡറെല്ലാം കിട്ടിയിട്ടുണ്ടായിന്, ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈവനിങ് സ്നാക്സായിട്ട് കൊടുക്കലെല്ലാം ഉണ്ട് കേട്ടോ മുന്നേ. അപ്പോൾ ഉമ്മ പുറത്തോട്ട് പോയിട്ടുണ്ടായിട്ടില്ലേ, അപ്പോൾ ആ ഒരു സമയത്തെല്ലാം നമ്മൾ സ്നാക്സ് ഉണ്ടാക്കൽ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും വീണ്ടും റമദാൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ മുന്നേ കൊടുക്കുന്നത് പോലെ തന്നെ കുറച്ചായിട്ട് നമ്മൾ സ്നാക്സ് എല്ലാം ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ. ചിക്കൻ്റെ റോളാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. സ്പെഷ്യലായിട്ടുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ റമദാനിലെ ആ ഒരു പ്രിപ്പറേഷൻ വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോക്ക് വോയിസ് കൊടുക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ. മോർണിംഗ് കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഫോണിൽ ഉണ്ടായിരുന്ന ക്ലിപ്സ് എല്ലാം വെച്ചിട്ട് ചെറിയൊരു വീഡിയോ ആക്കി ഇടാലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ജിൽബാബൊക്കെ തയ്ക്കുന്ന വീഡിയോസ് ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊരു ജിൽബാബൊക്കെ സെയിൽ ചെയ്തു. പിന്നീട് അങ്ങോട്ട് വീഡിയോസൊക്കെ എടുക്കാൻ നിൽക്കുമ്പോഴത്തേലുമാണ് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു സമയത്തത്തെ വീഡിയോസൊക്കെ മിസ്സാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇനിയും ഓർഡറൊക്കെ ഉണ്ട് കേട്ടോ. ഓർഡറൊക്കെ പെൻഡിങ്ങിലാണ്. അപ്പം അതെല്ലാം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ സ്നാക്സ് എല്ലാം ഇതുപോലെ ഉണ്ടാക്കി വെക്കലാണ്. റമദാൻ്റെ പ്രിപ്പറേഷനായിട്ട് നമ്മൾ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, വീട്ടിലുള്ള കിച്ചൺ ആക്സറീസൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കലില്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ ഇടാലോ എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം അതൊന്നും നടക്കലുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അവർക്ക് പഴംപൊരി, അതുപോലെ തന്നെ ചിക്കൻ റോള്, കല്ലുമ്മക്കായ, കായട, ഇതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ അല്ലേ. കായട കല്ലുമ്മക്കായ ഇല്ലാത്ത നോമ്പുതുറ ഉണ്ടാവില്ല കേട്ടോ. എല്ലാവരുടെ എല്ലാം ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഓർഡർ ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഇത്രയും സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ കാണിക്കുന്നത്. നമ്മൾ വീട്ടിൽ സാധാരണ നോമ്പ് തുറക്ക് ഏതെങ്കിലും 1-2 ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത്രയും ഐറ്റംസ് കണ്ടിട്ട് ആരും ബാഡ് കമൻസ് ഒന്നും എഴുതണ്ട. നമ്മൾ ചെറിയ രീതിയിൽ സെയിൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഐറ്റംസ് നമ്മൾ നോമ്പ് തുറയിൽ ഉണ്ടാക്കുന്നത്. കടകളിലാണ് സെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇറച്ചിയടയും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ നിന്നാണ് വോയിസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് അതിന് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാത്രമല്ല എൻ്റെ ഫോണ് ഞാൻ പെട്ടെന്ന് നമ്മൾ ധൃതിയിൽ വീട്ടിൽ നിന്ന് വന്നതാണ്. ഒന്നും സെറ്റാക്കിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് എടുക്കുന്ന ഫോണൊക്കെ വീട്ടിലാണ് ഉള്ളത്. കുട്ടികളുടെ എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ അതിൽ പഠിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് ഈ റമദാൻ്റെ കുറച്ച് സ്നാക്സൊക്കെ കാണിച്ചു തരാം. പിന്നെ എൻ്റെ വക കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ വീട്ടിൽ കുഞ്ഞു ഫാമിലീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മളിതുപോലെ സ്നാക്സ് എല്ലാം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ബാക്കിയാവും അല്ലേ, മോശം വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ ആവശ്യമുള്ളത്ര ക്വാണ്ടിറ്റി മാത്രം ഉണ്ടാക്കാനും, അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സംഭവങ്ങളാണെങ്കിൽ അത് ആവശ്യമുള്ളത് മാത്രം ഫ്രൈ ചെയ്തെടുക്കാനും ശ്രമിക്കുക കേട്ടോ. അതായത് നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ കുറച്ചധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, ഒരു 2-3 ദിവസത്തത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് 2-3 കണ്ടെയ്നറിലാക്കിയിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത്ര നമ്മളെടുത്ത് ഫ്രൈ ചെയ്താൽ മതിയാവും കേട്ടോ. ഇനി സ്റ്റീമിൽ വെക്കേണ്ട സംഭവമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് സ്റ്റീം ചെയ്തിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം ചൂടോടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റീം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യേണ്ടതാണെങ്കിൽ ഫ്രൈ ചെയ്തിട്ടോ സേവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് സ്നാക്സ് ആയിക്കോട്ടെ, ഫുഡായിക്കോട്ടെ ഒക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലല്ലോ. ഒരുപാട് സ്ഥലങ്ങളിൽ ഭക്ഷണമൊന്നും കിട്ടാതെ ഒരുപാട് പേര് വിഷമിക്കുന്നില്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഫുഡൊന്നും വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടിപ്പാണ്. ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് നോമ്പിനൊക്കെ സ്നാക്സ് ഉണ്ടാക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഒരു 5 കടിയായിട്ട് ഫ്രൈ ചെയ്യുന്ന രീതിയിൽ കുറച്ച് കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെ അതിനുള്ള ഫില്ലിങ്സും അതിനുള്ള മസാലയ്ക്കുള്ള പ്രിപ്പറേഷനൊക്കെ, ഇപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ സവാള അരിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് വെറൈറ്റി മസാല ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് യൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരികയാണ്. അറിയുന്നവരുണ്ടാവാം, അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് ഉടനെ വരുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.